അപ്പോൾ നമ്മൾ ആദ്യം ചാണകം വച്ചിട്ടുണ്ട്. ചാണകത്തിൻ്റെ മുകളിലായിട്ട് ഈ ചെളിമണ്ണ് അമർത്തി വെക്കണം. ഈ ചാണകം പൊന്തി വരാതിരിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണത്. നമുക്കിതിൻ്റെ പുറത്ത് മണ്ണിട്ട് കൊടുക്കാം. മാക്സിമം കല്ല് ഒഴിവാക്കിയിട്ടുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത്. സോ നമുക്കിത് ഏതാണ്ട് ഈ ഒരു ലൈനിൻ്റെ അവിടെ വരെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമേ. ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മണ്ണ് ഏതാണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ താമര വയ്ക്കുന്നതാണേ. സോ താമര എടുത്തിട്ട് തരാം. ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന താമര. കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും, ചെറുവാരക്കോണം ഒരു ആത്മനിലയം നഴ്സറി ഗാർഡൻ ഉണ്ട്, അവിടെ നിന്നാണ് ഈ ട്യൂമർ വാങ്ങിച്ചത്. ഇത് 200 rupees ആയിരുന്നു ഇതിൻ്റെ കോസ്റ്റ്. ഓക്കെ, ഹെൽത്തി പ്ലാന്റ് ആണ്. പക്ഷേ കളർ മാത്രം അറിയത്തില്ല, ഇത് പിങ്ക് ആണോ വൈറ്റ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ ഒരു 3 months മുമ്പ് വാങ്ങിയതാണിത്. ഇത് പിങ്ക് എന്ന് പറഞ്ഞാണ് വാങ്ങിയത്, പക്ഷെ പൂത്തപ്പോഴത്തേക്കും ഇത് പെയിൽ വൈറ്റ് കളറാണ്. സോ ഇതും അറിയില്ല എന്താണെന്ന്. എനിവേ നട്ട് പൂക്കുമ്പോഴത്തേക്ക് പറയാം. ഓക്കെ, സോ നമുക്കിനി നടാം. സോ നമുക്കിത് ഇതിനകത്ത് വയ്ക്കുന്ന രീതിയിൽ വച്ചിട്ട് മണ്ണെടുത്തിടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലാന്റ് നട്ട് കഴിഞ്ഞത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ജോലി എന്നുള്ളത് വെള്ളം നിറയ്ക്കണം. സോ വെള്ളം നിറയ്ക്കുമ്പോഴത്തേക്കും മാക്സിമം ഇത് കലങ്ങാത്ത രീതിയിൽ വേണം ഒഴിക്കാനായിട്ട്. സോ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. സോ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലോട് നമ്മുടെ ഓസ് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മീതെയായിട്ട് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അധികം വെള്ളം കലങ്ങത്തില്ല. സോ നമുക്കത് നോക്കാമേ. നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ ഇടുന്നതിൻ്റെ കലങ്ങൽ വരാണ്ടിരിക്കും. ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇനി. ഇത് നെക്സ്റ്റ് ഡേ എടുത്തതാണേ. മഴയുണ്ടായിരുന്നേ, മഴയത്ത് നല്ലവണ്ണം വെള്ളമൊക്കെ കലങ്ങിയായിരുന്നു. സോ അതാണ് ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയിപ്പോയത്. ഇല്ലാതെ ഇത്രയും കലങ്ങലില്ലായിരുന്നു, തെളിച്ചുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ആമ്പലും താമരയും ഇതുമാതിരി നടാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. സോ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ബൈ.